ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പ് ഉണ്ടെങ്കിൽ കിച്ചുവിനെതിരെ ഒരു വീഡിയോ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിച്ചുവിനെതിരെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് രേണുവിനും ഈ ഒരു കിച്ചുവിനൊക്കെ അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് വെക്കാനൊക്കെ സ്ഥലം കൊടുത്ത ഒരാൾ കൂടിയാണ്. ഈ ഒരു ബിഷപ്പാണ് ഇപ്പം ഈ ഒരു കിച്ചുവിനെതിരെ സംസാരിക്കുന്നത്. രേണുവിന് സപ്പോർട്ടായിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ബിഷപ്പും ഈ രേണുവിനും തമ്മിൽ കുറേ നാളുകൾക്ക് മുമ്പ് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിരുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കേസൊക്കെ കൊടുക്കാൻ വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിഗ് ബോസിൽ നിന്ന് രേണു ഇറങ്ങിയതിന് ശേഷം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവരങ്ങനെ വലിയ എതിരെ എന്തെങ്കിലും സംസാരിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ കിച്ചുവിനെതിരെ ബിഷപ്പ് സംസാരിക്കാൻ ഇടയായ കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം പേർക്കെങ്കിലും അറിയായിരിക്കും. ഈ ഒരു രേണുവിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് രേണുവിനെതിരെ വീഡിയോ ചെയ്തവർ പോലും ഇനി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ അതിലൊരു വ്യക്തി ഈ ഒരു രേണുവിന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരുടെ അടുത്തും രേണു പറഞ്ഞൊരു കാര്യം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം എന്നുള്ളതാണ്. ഈ സമയത്താണ് ഈ ഒരു രേണുവും ഈ ഒരു കിച്ചും തമ്മിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഒന്ന് നോക്കിയിട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ രേണുവിൻ്റെ സഹോദരിയെ പറ്റിയും സഹോദരിയുടെ ഭർത്താവിനെതിരെയൊക്കെ ഈ ഒരു കിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുണ്ടെങ്കിൽ അച്ഛനുണ്ടായിരുന്ന സമയത്ത് പണിക്കൊന്നും പോകത്തില്ല, എല്ലാം അച്ഛൻ തന്നെയാണ് നോക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കുറേയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്നും അച്ഛൻ്റെ മരണശേഷം താൻ ആ ഒരു വീട്ടിലുണ്ട് എന്ന് പോലും അവർ നോക്കിയിരുന്നില്ലായിരുന്നു. ഞാൻ എവിടെ പോയിട്ട് വന്നാലും ഇതേ കണക്ക് അവർ വലിയ കെയറോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേയധികം ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടിലൊക്കെ പെട്ട് ഭയങ്കരമായിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പം ഓരോന്നായിട്ട് പുറത്ത് വരുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ രേണുവിനെതിരെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോഴത്തേനും നീ കിച്ചുവിനെ നോക്കിയിട്ടില്ല അല്ലേ, ഇതൊക്കെ ചുമ്മാ അഭിനയമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് ഈ ഒരു രേണുവിനെതിരെ നെഗറ്റീവ് കമൻസൊക്കെ ഇടാൻ തുടങ്ങി. അതിന് ശേഷം ഇവർ തമ്മിൽ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇവരെ പറ്റി പരസ്പരം ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി വലിയ മറുപടിയൊന്നും പറയാറില്ലായിരുന്നു. എന്തായാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു രേണുവിന് ക്യാൻസർ ആണെന്ന് രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യം, കിച്ചു രേണുവിനെ പോയി കാണുന്നില്ലേ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാം, പക്ഷെ എന്നിരുന്നാൽ പോലും 11 വയസ്സ് തൊട്ട് നിന്നെ നോക്കിയതല്ലേ, നീ ഒന്ന് പോയി കാണണം എന്നുള്ള രീതിയിൽ കുറേയധികം പേര് മെസ്സേജൊക്കെ കിച്ചുവിനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും കിച്ചു ഇതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേണു ഉണ്ടെങ്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട വീഡിയോയിൽ ഇതേ കണക്ക് കുറേയധികം പേര് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് ചിലർ നമ്മൾ വന്ന് കാണുമെന്ന് വിചാരിച്ചവർ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു രേണു വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയധികം പേര് ഈ ഒരു രേണു ഇതേ കണക്ക് പറയുന്നുണ്ട്, അവൾക്ക് വിഷമമുണ്ട്, നീ ഒന്ന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കമൻസൊക്കെ പോയി ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു. എന്തായാലും അതിന് ശേഷമാണ് ഒരു ദിവസം ഇത് കണക്ക് രേണു ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ 11 വയസ്സ് തൊട്ട് നോക്കിയ മോൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഇളയ കുട്ടി ഋതപ്പനുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് കണക്ക് കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തായാലും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി കാണുന്നു എന്നുള്ള രീതിയിൽ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് ആ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയൊന്നും കിച്ചു പോയി കാണണം എന്നുള്ള ഒരാഗ്രഹം ഇവിടെ ആർക്കും ഇല്ല. സ്വന്തമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. എന്തായാലും നിന്നെ ചെറുപ്പം തൊട്ടൊക്കെ ഒരുവിധം നോക്കിയതല്ലേ, നിൻ്റെ അമ്മ കളഞ്ഞിട്ട് പോയപ്പം നിന്നെ നോക്കിയത് അവരാണ്. അപ്പം അങ്ങനെയെങ്കിലും ഒരു ഇഷ്ടത്തോടെങ്കിലും പോയി കാണുമല്ലോ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും പോയി കാണരുത് എന്നുള്ള പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിലൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു രേണു തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ കിച്ചുവിന് എന്തോ ട്രിഗർ പോലെ ആയി എന്നുള്ളതാണ് തോന്നുന്നത്. കിച്ചു ഉണ്ടെങ്കിൽ അതിനെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേയധികം പേര് ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ പോയി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് കമൻസ് കാണുന്നു. പിന്നെ ഞാൻ ഇത് കണക്ക് കഴിഞ്ഞ വട്ടം പോകാം എന്ന് പറഞ്ഞ് ഇട്ട ഒരു വീഡിയോ ഇത് കണക്ക് അതിനെതിരെ ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പോകണ്ട എന്നുള്ള രീതിയിൽ അതുണ്ടെങ്കിൽ രേണു ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അതിനെക്കുറിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ പോകുന്നില്ല
എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കണക്ക് രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് അതിൽ കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ഇങ്ങനൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യരുത്, ഋതപ്പനെ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ ഓർത്തെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് രേണു അതൊന്നും കേട്ടില്ലായിരുന്നു. തനിക്ക് മറുപടിയായിട്ട് പറഞ്ഞത് താനുണ്ടെങ്കിൽ അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേയധികം പേർക്കറിയാം ഈ ഒരു രേണുവിൻ്റെ അവിടുത്തെ ആ ഒരു സബ്സ്ക്രിപ്ഷനിലിട്ട ഫോട്ടോസും വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേയധികം പേര് ചർച്ചാ വിഷയമാക്കിയ ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ കണ്ടാൽ തന്നെ എന്ത് പറയും എന്നുള്ള രീതിയിൽ കുറേയധികം പേര് പറഞ്ഞിട്ടുള്ളതായിരുന്നു അന്ന്. എന്തായാലും കിച്ചു അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടിട്ട് ഞാനുണ്ടെങ്കിൽ ഋതപ്പൻ്റെ കാര്യം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യരുത്, അവനാകുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രേണു അത് കേൾക്കാനൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലാണ് കിച്ചു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ വീഡിയോയിൽ കിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ മൊത്തം കിച്ചുവിന് സപ്പോർട്ടാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിച്ചു നീ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഇതേ കണക്കൊന്നും ചെയ്യാൻ പാടില്ല, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ രേണു ആലോചിക്കണമായിരുന്നു. അതിലിട്ട ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാവരും വിമർശിച്ച ഒരു കാര്യമാണ്. അപ്പോഴേ പറഞ്ഞതാണ് കുട്ടിയൊക്കെ ഇഷ്ടപ്പെടത്തില്ലെന്ന്. പക്ഷെ അത് ഇപ്പോൾ കിച്ചു തന്നെ മെസ്സേജ് അയച്ചു എന്നിട്ട് പോലും ഈ ഒരു രേണു അത് കേട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കിച്ചു ഉണ്ടെങ്കിൽ പോയി കാണാത്തതിനുള്ള റീസണൊക്കെ ഉണ്ട്, അത് സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസിൽ കിച്ചുവിനെ സപ്പോർട്ടായിട്ട് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം വയ്യാതിരിക്കുമല്ലേ, പോയി കണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിന് അങ്ങനെ കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് ഈ ഒരു വീഡിയോ ഇട്ടത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചർച്ചാ വിഷയമായതിനു ശേഷം എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടി രേണു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ രേണു ആ സമയത്ത് ഭയങ്കരമായിട്ട് വയ്യാത്ത ആ ഒരു ആരോഗ്യപരമായിട്ട് ഒട്ടും സ്റ്റഡി ഒന്നും അല്ലായിരുന്നു. വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് തളർന്ന് കട്ടിലേക്ക് കിടക്കുവാണ്, ഓരോ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന് മറുപടി തരുമോ എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയധികം പേര് ഈ ഒരു കിച്ചുവിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രേണുവിനെതിരെ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇതിന് മറുപടിയായിട്ട് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനുണ്ടെങ്കിൽ ഒട്ടും തീരെ വയ്യാതിരിക്കുന്ന സമയമാണ്, ഞാൻ വീഡിയോസോ ഒന്നും കാണുന്നില്ല, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയൊക്കെ ഈ ഒരു വീഡിയോ എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. കാണിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ അവൻ്റെ 11 വയസ്സ് തൊട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അവനെ അമ്മയെന്ന് അവനെ വിളിക്കണമെങ്കിൽ പോലും ഞാൻ ആ ഒരു സ്നേഹം കൊടുത്ത് തന്നെയാണ് അവനെ വളർത്തിയിട്ടുള്ളത്. എൻ്റെ ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പനെ അവനേക്കാൾ ഞാൻ ഈ ഒരു കിച്ചുവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവനെ ഒന്നും അറിയിക്കരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതേ കണക്ക് വന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേന് അത്രയ്ക്ക് വിഷമമുണ്ട്. അതും ഇപ്പോൾ ഒട്ടും തീരെ വയ്യാതെ ശരീരം ഒന്നും വയ്യാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ തനിക്കെതിരെ സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പം ഒട്ടും വയ്യ. പിന്നെ കിച്ചു പറഞ്ഞ് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഇതേ കണക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇതേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ കിച്ചുവിൻ്റെ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്ന സമയത്തെല്ലാം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയായി എന്നുള്ള രീതിയിലൊക്കെ. അതിനെല്ലാം അവൻ സപ്പോർട്ട് ചെയ്യും, ഗുഡ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ഇതേ കണക്ക് വന്നിട്ട് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കിച്ചു ഉണ്ടെങ്കിൽ അവർ നടത്തിയ ഒരു ചാറ്റ് വെക്കുന്നുണ്ടായിരുന്നു, ഇത്രയും സബ്ബായിട്ടുണ്ട്, ഒരു സബിനാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പൈസ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ട് എങ്കിൽ അത്രയും പൈസ എനിക്ക് തരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജും കാര്യങ്ങളുമാണ് ഈ ഒരു രേണു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കണക്കൊക്കെ എൻ്റെ അടുത്ത് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ട് പിന്നെ എന്ത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ അനുവാദം വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതേ കണക്ക് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അവൻ അതിലും ഗുഡെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേ കണക്ക് വന്ന് പറയുമ്പോഴത്തേന് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് കിച്ചു മനസ്സിലാകണം. പിന്നെ ഇത്രയും എന്നെ ഈ ഒരു സമയത്ത് പോലും ബുദ്ധിമുട്ടിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. ഇനി എന്നെ അമ്മയെന്ന് വിളിക്കുകയോ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നെ വന്ന് കാണുകയോ ഒന്നും ചെയ്യരുത്. എനിക്ക് എൻ്റെ കുട്ടി ഋതപ്പനുണ്ട്, അവൻ മാത്രം മതി.
ഞാൻ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിച്ചത് കണക്ക് എൻ്റെ അമ്മ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ എനിക്ക് ആശ്വാസ വാക്കൊക്കെ തരുന്ന ഒരു വ്യക്തിയാണ് ഋതപ്പൻ. അത്രയൊക്കെ ഞാൻ എല്ലാവരും നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്തും വയ്യാതിരിക്കുന്ന സമയത്ത് പോലും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ കൂടി ഈ ഒരു രേണു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കിച്ചു എന്തിനാണ് ഇങ്ങനെ പെരുമാറിയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചതാണ് ഇപ്പം കിച്ചു വന്നിട്ട് രേണുവിനെ കണ്ട ഒരു ആശ്വാസമാവും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നുള്ളൊരു കാര്യം. അതിന് പകരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് കിച്ചു തന്നെയാണ് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ രേണുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെതിരെ കുറേയധികം പേര് കമൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന കുറേയധികം പേരുണ്ട്. അവരെല്ലാം ഈ ഒരു കിച്ചുവിനെതിരെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്യരുത് കിച്ചു, ഈ ഒരു സമയത്തെങ്കിലും അവരെ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് അതിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റു ചില കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞ് ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ഒരു ബിഷപ്പ് ഇതേ കണക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുവാണ്. അതിനകത്ത് ഇതേ കണക്ക് കിച്ചുവിനെതിരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിച്ചു, നീ ഉണ്ടെങ്കിൽ അവരെ നോക്കണം എന്നോ അല്ലെങ്കിൽ അവർക്ക് സഹായിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെ ആവശ്യമില്ലാതെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന എന്തിനാണ്? അവരെ ഒട്ടും തീരെ വയ്യാതിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നീ അവർക്കെതിരെ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്ത് സ്വഭാവമാണ് കിച്ചു എന്നാണ് ഈ ഒരു ബിഷപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൊക്കെ വന്ന് ഭയങ്കര നന്മ മരമൊക്കെ കളിക്കുന്നുണ്ട്. അത്ര വലിയ നന്മ മരമൊന്നും കളിക്കേണ്ട, നിൻ്റെ സ്വഭാവമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിനക്കെതിരെ എത്രമാത്രം കേസ് ഇവിടെയൊക്കെ പോലീസ് സ്റ്റേഷനുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഇതുണ്ടെങ്കിൽ വലിയ നന്മ മരം കളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നീ ഉണ്ടെങ്കിൽ ഇനി രേണുവിനെതിരെ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ രേണുവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഓർത്തിട്ട് വേണം ഇനി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പം പ്രായത്തിനൊത്ത് എന്തെങ്കിലും ചെയ്ത് കാണും എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ബിഷപ്പ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രായത്തിനൊത്ത കാര്യങ്ങളൊന്നും അല്ല അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്നും പറയാത്ത അവൻ്റെ ഭാവി ഓർത്തിട്ടാണ്. ഇനി ആവശ്യമില്ലാതെ രേണുവിനെ ചൊറിയാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കും എന്നുള്ള രീതിയിൽ ബിഷപ്പ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു.